ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോളേ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കുരങ്ങന്മാരെ ശല്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. 2-3-4 കുരങ്ങന്മാർ ഈ മേലെ ഭാഗത്ത് കൂടെ ഇങ്ങനെ വരുന്നുണ്ട് മാങ്ങ തിന്നാൻ. പറഞ്ഞാൽ മാങ്ങ ഇതുവരെ തിന്നിട്ടില്ല, മാങ്ങ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്താക്കുന്ന ഒരു റംബുട്ടാൻ്റെ മരം, അതിന്മേന്ന് റംബുട്ടാൻ മൂത്ത് വരുന്നുള്ളൂ. അത് പൊളിച്ച് തിന്നാനായിട്ട് വരികയാണ് കേട്ടോ ഈ 2-3 കുരങ്ങന്മാർ. അപ്പോൾ ഞാൻ എന്താ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ വാട്സപ്പിലും ചോദിക്കുന്നുണ്ട്, കമൻറ്റിലൂടെയും ചോദിക്കുന്നുണ്ട്, വയത്താത്ത ഞങ്ങൾക്ക് വാങ്ങാൻ തരുമോ. അപ്പോൾ അടുത്തുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത് കേട്ടോ, നമ്മളെ പഞ്ചായത്തിലുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ടൈമിൽ വരികയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തരും കേട്ടോ. കാരണം വലിയ മാവ്, ഒരുപാട് മാങ്ങയൊന്നുമില്ല. ഇപ്പോൾ ഇത് കുറേ ആയി, ഒരു മാസമായി നമ്മൾ ഇതിമൊന്ന് 1-1.5 മാസമായി ഇതിന് പറിച്ച് കഴിക്കാനും ഓരോരുത്തർക്ക് കൊടുക്കാനും തുടങ്ങിയിട്ടോ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അയൽവാസികൾക്ക് പോലും ഞാൻ 2 മാങ്ങയെ കൊടുത്തിട്ടുള്ളൂ. കാരണം മൂക്കണ് പറിച്ചങ്ങാണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. ഒന്നിച്ച് പറിച്ച് ഇങ്ങോട്ട് കൊടുക്കാൻ അറിയുമ്പോഴത്തേന് ഒക്കെ പാടം അപ്പളിപ്പളൊക്കെ ആയിട്ട് പൂത്തുണ്ടായ മാങ്ങയാണ്, മൂത്തിട്ടില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറഞ്ഞു എനിക്ക് എല്ലാവർക്കും തരണമെന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു കുറച്ച് മാങ്ങ കൊണ്ട് എല്ലാവർക്കും തരിക? കുറച്ച് മാങ്ങയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ തരും, ഉറപ്പ് തരികയാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ വന്നോളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല തരാത്തത്, ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കൊടുത്തു എന്ന് പറയാൻ ഇവിടെ എൻ്റെ അടുത്ത് വന്നുങ്ങാണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ കൊടുക്കും. ഇനിയിപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കൊടുക്കും. നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മാങ്ങ തരുന്നതിനിപ്പോൾ എന്താ, നമുക്കില്ലാത്ത കേടേ ഉള്ളൂ. അപ്പോൾ നല്ല മധുരമുള്ള ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതെന്ത് മാങ്ങയെന്ന് ചോദിച്ചതിന് ഇതെന്ത് മാങ്ങയാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പൊടി ഉണ്ട്, ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി മാങ്ങയാണ്. എന്ത് മാങ്ങയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുപാട് അംഗൻവാടിയിൽ വർക്ക് ചെയ്തതാണ് കേട്ടോ. കോഴിശ്ശേരിക്കുന്ന് 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നരിപ്പോയിൽ, ചെറുമറ്റിപ്പോയിൽ, അങ്ങനെയുള്ള അപ്പോൾ അന്നേ ഉള്ള ബന്ധങ്ങളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ആ ബന്ധം വെച്ചിട്ടാണ് അന്നേ എൻ്റെ നമ്പർ വാങ്ങി സേവ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ ഈ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു കാര്യമാണെന്നില്ല. അപ്പോൾ അതായതുകൊണ്ട് തന്നെ നമ്മളോട് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. ആ മക്കൾക്കും തന്നെ ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുക, വിളിക്കുക, അന്വേഷിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരൊക്കെയാണ് വിളിക്കണതും ചോദിക്കണത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു അംഗൻവാടിയുണ്ട്, 5-6 വർഷമായി. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഏരിയയാണല്ലോ അല്ലേ. ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അടുപ്പം സ്നേഹം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു രക്ഷിതാക്കളായിട്ട് ഒരു ബന്ധമില്ല. കാരണം അത് ആ ഏരിയ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ ജോലി ചെയ്ത് പോരുക, തിരിച്ചു പോരുക, അവരവരെ മക്കളെ കൊണ്ടുവന്നാക്കുക. അല്ലാതെ ഒരു സുഖവിവരങ്ങളോ ഒരു അന്വേഷണങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ കുട്ടികളെ കൊണ്ടുവന്നാക്കി ഒരു വർഷം തികഞ്ഞ് പോകുമ്പോൾ തന്നെ എല്ലാവരും ഒന്നും ഉൾപ്പെടുത്തുമല്ലോ കേട്ടോ. ഒരു 15 ആളുണ്ട് വെച്ചെങ്കിൽ ഒരു 2-3 ആൾക്കാരൊക്കെ നമ്മളോട് ടീച്ചറോട് പോകുക എന്ന് പറഞ്ഞു. ഒരു കുട്ടി ഒരു പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിപ്പോൾ പിന്നെ നമ്മളെ ടീച്ചർമാരോട് പറയുക പോവുക അല്ലേ, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഒരു കൊല്ലം, ഒരു വർഷം, 2 വർഷമൊക്കെ ഈ മക്കളെ നോക്കി ഭക്ഷണം കഴിപ്പിക്കാനും എല്ലാം നമ്മൾ അവരെ പഠിപ്പിച്ച് അച്ചടക്കമൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മൾ അവരെ വളർത്തി ഉണ്ടാക്കി എല്ലാം പഠിപ്പിച്ച് ചോറുണ്ണാനും കൈ കഴുകാനും എല്ലാത്തിനും പഠിപ്പിച്ച് അവർ പോകുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ രക്ഷിതാക്കളെ കടമയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിയുടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ എന്താ പറയുക, അവർ കുട്ടികളെ കൊണ്ടുവന്നാക്കും, അങ്ങോട്ട് പോകും, തിരിച്ചു കൊണ്ടുപോകും. കുട്ടീനെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ LKG പോകുമ്പോൾ ഞങ്ങൾ പോവുകയാണെന്ന് ടീച്ചർമാരോട് പറഞ്ഞപ്പോൾ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു വർത്താനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും വേണം. ഇപ്പോൾ അംഗൻവാടിൻ്റെ നിങ്ങൾ വിട്ടോളി, നിങ്ങളൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വേണ്ട. പിന്നെ നമ്മൾ ടീച്ചർമാരെ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട് നമ്മളെ കുട്ടീൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ഓൻ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഓൻ വെള്ളം കുടിക്കുന്നുണ്ടോ, ആ കുട്ടി വികൃതി ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പിന്നെ ടീച്ചർമാർക്കും തന്നെ അവർ കുട്ടീനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാനും അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരു ഫാമിലി അവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യണം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, അവരെ കുട്ടീനെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ട
ഒക്കെ ചെയ്യും, എല്ലാം കൊണ്ടും അവർക്കുണ്ട്. പക്ഷെ ഭയങ്കര അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ടുള്ള രക്ഷിതാക്കളും ഇന്നത്തെ കാലത്തുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളത് 2003 ജോലി ചെയ്യാൻ തുടങ്ങിയ എനിക്ക് അന്നേ ഉള്ള ബന്ധങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന അവിടെയുള്ള ഒരു 3 പിന്നെ പാരൻസുകൾ, 3 കുട്ടികളെ കൊണ്ടുവന്നാക്കിയവരും അവർ എന്താ പറയുക, ഞങ്ങളെ കുട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ, ഞങ്ങളെ കുട്ടി ഭക്ഷണം കഴിച്ചോ, ഞങ്ങളെ കുട്ടി വികൃതിണ്ടോ, എന്നോടുമില്ല ഞങ്ങളോട് ചോദിക്കുകയല്ല കേട്ടോ. അങ്ങനത്തെ വർത്താനം ചോദിക്കുകയല്ല. അവർ കുട്ടീനെ കൊണ്ടുപോകണം. സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ LKG പോവുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയല്ലോ, എന്നാൽ ടീച്ചർ ഈ ലാസ്റ്റ് ദിവസമാകുമ്പോൾ ടീച്ചറോട് പോവുകയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നതായ നമ്മളെ മക്കൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മൾ വിതയ്ക്കണതേ കൊയ്യുള്ളൂ എന്ന് പറയുന്നത് കേട്ടില്ല. അത് നമ്മുടെ സ്വഭാവം എന്താണ്, അതുപോലെ ശരിക്കും ഒരു സ്കൂളോ ഒരു അംഗൻവാടിയോ അല്ല, ഒരു മാതാപിതാക്കളാണ് ആ കുട്ടീൻ്റെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് പിന്നെ തിരിക്കണത്. അപ്പം ഞാനെങ്ങനെയാണോ പെരുമാറുന്നത്, ഞാനെങ്ങനെയാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്, അതാണ് നമ്മളെ മക്കൾ ശീലിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിടയ്ക്ക് രക്ഷിതാവിനെ വഴിയിൽ നിന്ന് കണ്ണ് തുറന്ന് നമ്മളിത് നോക്കിയേ, നമ്മളിന്ന് മൈൻഡ് ചെയ്യാത്ത ഒരു രക്ഷിതാവല്ല അതിൻ്റെ അമ്മ. എന്നാൽ അതിൻ്റെ രക്ഷിതാവ് എന്നാൽ കാണുമ്പോൾ ഒന്ന് ചിരിക്കും, പുഞ്ചിരിക്കും, നോക്കുകയൊക്കെ ചെയ്യും. നമുക്കത് മാത്രം മതി. എൻ്റെ കുട്ടീൻ്റെ രക്ഷിതാവ് നമ്മളൊന്ന് നോക്കി ഒന്ന് ചിരിച്ചു. അതാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മുതൽ അവരെ അനുസരണ പഠിപ്പിച്ച് അച്ചടക്കം പഠിപ്പിച്ച് നമ്മൾ പൊന്നു പോലെ നമ്മളെ മക്കളെ നോക്കും പോലെ നോക്കി. നമ്മൾ കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് അങ്കണവാടിയിലാണല്ലേ, ഏതൊരാൾക്കാരും. സ്കൂളിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മക്കൾ കൂടുതൽ സമയം നമ്മളെടുത്താണ്. പിന്നെ അവർ വീട്ടിൽ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങുകയാണ്. പിന്നെ പകൽ ഫുള്ള് നമ്മളെടുത്താണ് ആ മക്കളെ നമ്മൾ അങ്ങനെ നോക്കി വളർത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള രക്ഷിതാക്കളെ സ്വഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ്. പിന്നെ പറയുന്നത് കേട്ടില്ലേ, കുരുത്തം പൊരുത്തം സ്നേഹം ഇതൊക്കെ വേണം. നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ആരാണ് നമ്മൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുരുത്തം പൊരുത്തം അതൊക്കെ വേണം. അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാർ. അപ്പോൾ എൻ്റെ മക്കൾ സ്കൂളിൽ പഠിച്ചിരുന്നത് ഞാൻ ആ ടീച്ചർമാരായിട്ട് നല്ലോണം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എൻ്റെ മോള് വികൃതി ഉണ്ടോ, എൻ്റെ മോള് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ കൊണ്ടുപോകണ വെള്ളം കുടിക്കുകയാണോ കളയണം, ആ ഒരു ടീച്ചർമാർക്കുള്ളൊരു സന്തോഷമുണ്ട് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ പല രക്ഷിതാക്കൾക്കും അറിയാത്തവരുണ്ട്, അറിഞ്ഞിട്ടും അതൊന്നും വേണ്ട, അവിടെ ഇപ്പോൾ 2 വർഷം അംഗൻവാടിയാണ്, അവിടെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ പോവുകയാണ്, അംഗൻവാടി ഇപ്പം എന്താ സ്കൂളാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണില്ലെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ തിരുത്തുക നിങ്ങൾ.